ഇങ്ങോട്ടോക്കിന്നു നമ്മള് മാർക്കറ്റ് ഇന്നേ ഒരു മടി പിടിച്ച് ഇങ്ങനെ കിടക്കട്ടെ. ഒരു ലീവ് ഉണ്ടെങ്കിൽ ആ ബെഡ്മെന്നുണ്ട് എണീക്കൂല. അങ്ങനെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകണം മാർക്കറ്റിൽ പോയിട്ട്. നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കാൻ ഒരു പൂതി. പ്രസവിക്കാൻ നേരത്തെ പൂതിയില്ലേ? ഐശ്വര്യ എന്നും പറഞ്ഞേന്ന് എന്താ വെച്ച് നിങ്ങൾക്ക് പൂതിയില്ലാത്ത. അപ്പൊ നമ്മള് ഒക്കെ മേടിച്ചിട്ട് വരാട്ടാ. വിരലുണ്ട് വെട്ടിക്കൂടാ അപ്പച്ചിയെ? അല്ല പിന്നെ ഇപ്പൊ ഞങ്ങള് മാർക്കറ്റിലൊന്ന് പോയക്കട്ടെ. നമ്മുടെ വലിയ മാർക്കറ്റൊക്കെ ഒന്നല്ല കേട്ടോ പോണേ. ചെറിയൊരു മാർക്കറ്റ് ഉണ്ട് ഇവിടെ. അതിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. മുൻപത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലവര്. ഇനി പുതിയ ആൾക്കാരൊക്കെ ഇറങ്ങാനത് ഒന്നും വലിയ ചളി ഇല്ല. അടിയിലൊക്കെ ഉണ്ട്, മേലൊക്കൊന്നും ഇല്ലല്ലോ. ശരിക്കും വാഷ് ചെയ്തിട്ട് എത്ര ദിവസമായിന്നറിയോ? ശരിക്കും ഒരു 2 വീക്കിൻ്റെ മേലെ 2 വീക്ക് 3 വീക്സ് ആയി വണ്ടി വാഷ് ചെയ്തിട്ട്. കണ്ടെങ്കിൽ ഫുൾ ചളിയാണ്. വീലൊക്കെ ഫുള്ള് ചളി. വെയിലത്ത് നമ്മളെ പേര് കണ്ടാ? പേര് നെടുവഞ്ചേരി. ഇപ്പം ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വരാം കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. നമ്മൾ ഐഷു ട്യൂഷന് പോയതാണ്. ആൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ആൾ 1 മണിക്കൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇഷു ബേബിയാ എന്താണ് പറയാനുള്ളത് ഇവരോട്? നമ്മള് വീഡിയോ കാണണം എന്ന് പറയും. ഞങ്ങളുടെ വീഡിയോ കാണണം. പിന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. ഷെയറും ചെയ്യണം അല്ലേ? എല്ലാരും കമന്റ് ഇടണം അല്ലേ? കമന്റ്. അപ്പൊ ബാക്കി പിന്നെ കാണിക്കാം അല്ലേ? നമ്മള് മാർക്കറ്റിലെത്തി. മീനില്ല, മീനൊക്കെ ഫുള്ള് അടവാട്ടാ. പക്ഷെ ബീഫ് ഉണ്ട്. പോയോക്കാം. ബീഫ് കിട്ടും. അപ്പൊ നമുക്ക് ഇന്ന് തേങ്ങാച്ചോറും ബീഫ് അടിക്കാം കേട്ടാ. ഇറങ്ങണ്ടല്ലോ. ഞാൻ വന്നോക്കാം വീഡിയോ എടുക്കാന്. ഫിഷ് മാർക്കറ്റ്. ഫിഷ് ഫുള്ള് ലീവ്. പറ. ഇല്ല ചീത്ത പറയില്ല. പറ. മുട്ടായി ഇന്ന് ബീഫ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. എന്താണ് ബോട്ടി ഒരു വക, മറ്റേതൊരു വക ഉണ്ട്. എല്ലിടാൻ പറയാക്കോ? എല്ല് മിക്സ് ചെയ്തേ ചേട്ടാ. എല്ലും കൂടി മിക്സ്. ബോട്ട് ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ബീഫ് നമുക്ക് കിട്ടിയിട്ടാ. അല്ല എല്ലുള്ള ബീഫ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എന്താ മിഠായിയാ? എന്താ മേടിക്ക്? പുള്ളി സംസാരിക്കൂല കേട്ടാ. അപ്പൊ എന്നോട് എന്താ വീഡിയോ എടുക്കുന്നത്? അപ്പൊ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇട്ടുണ്ടായിരുന്നു. ഏത് മിഠായിയാ? മിഠായി മേടിക്കാൻ കയറാം. മിഠായി മേടിക്കട്ടെ. ബേബി കപ്പ കിട്ടിയാ? കപ്പല്ല തീർന്നോ? എന്നാ പോരെ. വേറെന്താണ്ട് ഓക്കെ. നമ്മുടെ വണ്ടി കാണുമ്പോൾ നമുക്ക് എന്തോ ഇത് വരുന്നുണ്ട് കേട്ടോ. സങ്കടം വരുന്നുണ്ട്. ഇന്നിപ്പോൾ കഴുകാനും പറ്റില്ല. ഇന്ന് ഫുള്ള് ഓഫല്ലേ. വണ്ടി കാണുമ്പോൾ സങ്കടം വരിക. വാ കഴിഞ്ഞാ പോരെ. പൈസ ഇല്ല, ചില്ലറില്ല. മുരിങ്ങാക്കോലോ? അതോ മുരിങ്ങാക്കോല എടുത്തുക്കണുള്ളൂ. സ്കൂട്ടിയാ? എന്തിനാ? പിന്നെ കാറൊക്കെ വെക്കാൻ അവിടെ സ്ഥലം ഉണ്ടാവുക. ഈ വണ്ടിയിൽ ഇത്രയും സ്ഥലമില്ലേ? ഈ വണ്ടിയിൽ ഇത്രയും സ്പേസ് പോരാ നമുക്ക്? വണ്ടിയിൽ സാധനം വെക്കാൻ ഇത്രയും വലിയ വണ്ടി ഉണ്ടായിട്ട് പോരാ? രണ്ട് സ്പേസ്. നീ വേറെ സ്കൂട്ടി വാങ്ങണ? സ്കൂട്ടി ഉണ്ടായിട്ട് എന്റെ അമ്മച്ചി ഓടിക്കാതായിട്ട് കേടെന്നിട്ട് എടുത്ത് വിറ്റതല്ലേ ഇത് ഞാന്. സ്കൂട്ടി ഉണ്ടായിരുന്നില്ല നമുക്ക്? എന്റെ അമ്മച്ചിക്ക് ഒരു ബ്ലൂ കളർ സ്കൂട്ടി ഉണ്ടായിരുന്നില്ലേ? ബൈക്ക് അതവിടെ വരി നാട്ടിൽ എടുക്കണ പൾസർ. അപ്പാപ്പന്റെ വരില്ലേ പൾസർ നമ്മളെ ബ്ലാക്ക്? അതവിടെ കിടക്കണില്ലേ? ഒന്ന് പോയടി അവിടെ. നിന്റെ അടുത്ത് പൈസ ഇല്ലേ ബേബി?
അപ്പച്ചി പാപ്പരടി കാശില്ല. കടിക്കല്ലടി. അല്ലോ കടിക്കണ എന്നെ കടിക്കണത് കണ്ട. ഷർട്ടമ്മലാട്ടാ കടിക്കുന്നത്, മേത്തക്ക് വെട്ടണില്ല, അതുകൊണ്ട് വേദന ഇല്ല. അണ്ണാച്ചി പൊണ്ണ് എന്റെ അമ്മച്ചിയുടെ അമ്മച്ചോ വാങ്ങണ്ട. അമ്മച്ചി കപ്പ വാങ്ങണ്ട് കണ്ടാ. അതാ അമ്മച്ചി കപ്പ വാങ്ങുന്നുണ്ടാ വാക്കട. ഓ ഇവിടെ ഇവിടെ കടിച്ചിട്ട് വര വീണിക്കണ്. ഇവിടെ ഇതല്ല വര ഉണ്ടടി. എന്നെ കടിച്ച് വേദനാക്കടി അംശിയ. കപ്പട്ടില്ല അപ്പൊ എല്ലാം ആയില്ലേ? കപ്പായി ബീഫായി എല്ലായി. നമുക്കൊരു മഫും കൂടി കിട്ടാണ്ട് കേട്ടോ. ഇന്നലെ ഓർഡർ ചെയ്ത ഇന്നലെ നമ്മള് വിളിച്ച് പറഞ്ഞതാണ്. അപ്പൊ അവന് സാധനം കൊണ്ടുവന്ന് തന്നപ്പോ മറന്നുപോയി, അത് മറന്നു. അപ്പൊ ഇനി അത് എടുക്കാൻ വേണ്ടിട്ട് ഇനി ഒരു വരവ് നടക്കൂല. വരുന്ന വരവ് ഐസ്ക്രീം വേണ്ട, തൊണ്ടവേദന ഉണ്ട് 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 കേട്ടോ. തൊണ്ടവേദന വരവുള്ളൂ, തൊണ്ടവേദന വരവുള്ളൂ. അപ്പൊ അതും ഇറങ്ങണ്ട ഇറങ്ങണ്ട. അപ്പൊ അതും കൂടി മേടിച്ചിട്ട് വേണം നമുക്ക് പോവാന്. അതാ വരുന്നു. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇതിന്റെ വടി നമ്മളെടുത്തുണ്ട്, ഇത് മാത്രാണ് കംപ്ലൈന്റ് വന്നത്. അയാള് പറയാണേ ബൈക്കാരുണ്ടായിരുന്നില്ലേ, നമ്മുടെ വണ്ടി കൊണ്ട് നിട്ടില്ലേ, ഇതാണ് മുതലാളി. കണ്ടാ വണ്ടി എവിടെ ബൈക്ക് ഇരിക്കണ അതിന്റെ മൂട്ട് കൊടുത്തിട്ട് വണ്ടി ഇട്ടിട്ട് പോയിരുന്നു. ഞാനങ്ങനെ നമ്മളങ്ങനെ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ലല്ലോ. നമ്മള് പെട്ടെന്ന് ഒരു സാധനം എടുക്കാൻ വേണ്ടി കേട്ടില്ലേ? കേട്ട് ഞാൻ ഒന്നും കൂടി ഇങ്ങനെ തലയിട്ട് വയ്ക്കാണ്ട് ഉള്ളിൽ തന്നെ പോയി. അല്ല പിന്നെ മുട്ടന്നിരിക്കല്ലേ ഐഷു വന്നിക്കണോ എന്തായിക്കണോന്നൊക്കെ പോയോക്കേട്ടെ നമ്മള്. എന്നിട്ട് ബീഫും തേങ്ങാച്ചോറൊക്കെ വെക്കണം. മുത്തൊക്കെയാണ് വെക്കണത് അല്ലേ? ഞാൻ ബീഫും തേങ്ങാച്ചോറും ഇന്നെ കിട്ടിയില്ല ഒന്നിനും. എനിക്കൊരു ബോധ്യണ്ട് ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കണ ഫുഡ് കഴിക്കലില്ല. അതൊക്കെ സ്പെഷ്യലി ബിരിയാണി വെക്കാൻ അറിയില്ല, ഞാൻ ബീഫ് കറി ഉണ്ടാക്കലില്ല, ബീഫ് ഫ്രൈ ഉണ്ടാക്കലില്ല. ബീഫ് ഉണ്ടാക്കും, മീനുണ്ടാക്കും. നമുക്ക് നെയ്ച്ചോറ് മന്തി അതൊന്നും ഉണ്ടാക്കി തരില്ലടോ. കണ്ടില്ല, ഇതാണ് സ്വഭാവം. ഓരോ സ്വഭാവം ഞാൻ പുറത്തു വിടും ആൾക്കാർക്ക്. ആയിക്കോട്ടെ, ഞാൻ ഇങ്ങനെയാണല്ലോ. എന്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് ഇപ്പോഴും ആയില്ലേ കഴിക്കാം. എന്തിട്ടാ നിങ്ങൾ ഒരു തേങ്ങാച്ചോറ് നേരെ 2:30 മുക്കാലായി. റൈസ് കുക്കറിൽ തേങ്ങാച്ചോറ് സെറ്റാണ്. ബീഫ് അവിടെ റെഡിയാണ്. അപ്പടം മുരിക്ക വിശന്നിട്ട് ഞാൻ അപ്പോഴൊന്നും ശരിയാക്കിയിട്ട് വരാം. ശരിയാക്കിയിട്ടില്ല. ഉമ്മാന്റെ നിസ്കാരം കഴിഞ്ഞു, ഞാൻ റെഡി നിസ്കരിച്ചിട്ട് വരാം. തേങ്ങാച്ചോറ് തിന്നിട്ട് പറയാം എങ്ങനെ നല്ല തേങ്ങാച്ചോറും നല്ല പപ്പടും നല്ല ബീഫും ബീട്രൂട്ട് അച്ചാറും. പക്ഷെ ബീഫ് ചെറുതാക്കിയില്ല. ആ ചങ്ങായി അങ്ങനെയല്ല, കൊത്തി മടുത്ത്. അതോട് വേടുത്ത് ഇങ്ങനെയല്ല നമുക്ക് ബീഫ് കിട്ടല്. ഇങ്ങനെ അവിടെ കിട്ടല് ചെറിയ പീസായിട്ട് കിട്ടും. ഒരു ഉണ്ട പത് മൊത്തം എനിക്ക് ഞങ്ങൾക്ക് രണ്ടാം കൂടി കഴിച്ചോക്കട്ടാ. എന്നിട്ട് ഹർത്താല് ഞങ്ങൾ തേങ്ങാച്ചോറും ബീഫും വെച്ചിട്ടാണ് ഞങ്ങള് ഹർത്താൽ ആഘോഷിച്ചു. എപ്പടി ഇരിക്കേ മതി, കഴിച്ചോ. ഇനി നിർത്തിക്കാല. അപ്പൊ ഇത്ര ഉള്ളു. അന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതുവരെയുള്ള വീഡിയോ ഉള്ളു കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയും ഞങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതണം. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. എന്തൊക്കെ വേണ്ടിച്ചൊക്കെ പറയാം. ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയിട്ടൊന്നും വീഡിയോ ചെയ്യില്ല. ഇതിന്റെ ഉള്ളിലുള്ള വീഡിയോസ് ഓൾക്ക് കഴിയാം. പുറത്ത് പോകണമെങ്കിൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കണം. അപ്പൊ ശരി, ബൈ ബൈ. ബൈ ബൈ. എല്ലാവർക്കും സ്നേഹം മാത്രം.